അത്രയ്ക്കൊന്നും തോന്നിയിട്ടില്ല. നെഗറ്റീവ് വരും, ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം, അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേറ്റതാണ്. പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോൾ തന്നെ അവര് ഫേസ് ചെയ്തില്ല. ഞാനാണെങ്കിൽ ശരി, രേണുചേച്ചിനും ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധിയും പ്രതീഷും കൂടി ചേർന്നിട്ട് ഒരു ലക്കി ഡ്രോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവസാനം പണിയാവുമെന്ന് വെച്ചിട്ട് അവർ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രതീഷ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ അറിയാതെ ചെയ്തതാ ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് ലക്കി ഡ്രോ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീഷ് വന്ന് കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, രേണു സുധിയുടെ പെങ്ങളും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, കുറച്ച് യൂട്യൂബേഴ്സ് അവരുടെ ജീവിതം നശിപ്പിക്കുവാണ്, അവരതുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറഞ്ഞ്. എന്തോന്നടേ ഇത്? ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം. നമ്മുടെ പ്രതീഷ് അണ്ണൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം. എന്തായാലും പ്രതീഷിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, രേണുചേച്ചിനും ശരി, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. പ്രതീഷിന് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പൊ പ്രതീഷിന് ഈ ഒരു സംഭവം അറിയത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്കത് ഒരിക്കലും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം മാത്രം അറിയാതെ പോയത്? നമ്മളൊരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണോ എന്നാണ് ആദ്യമേ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നീ ഇത് വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പ്രതീക്ഷ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. ഇപ്പോൾ രേണു സുധിയെ കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചങ്ങ് ഫേമസ് ആയത്. അതായത് റീച്ചിന് വേണ്ടിയാണ് രേണുവിൻ്റെ കൂടെ നടക്കുന്നത്. അത് വേറൊരു സത്യം. അതിനകത്തോട്ട് ഞാൻ വരാം, എന്തായാലും ബാക്കിയുടെ കേൾക്കാം. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷേ അവരപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തണ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ ആ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിൻ്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവർ പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാതെ വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ സാധനം ഭയങ്കര വിവാദമായെന്ന് തോന്നിയപ്പോഴാണ് നിങ്ങളത് നൈസായിട്ട് ഡിലീറ്റ് ചെയ്തത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു സാധനം ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ പോകത്തില്ലായിരുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ വീഡിയോ ഒരു ദിവസമെങ്കിലും അതിനകത്ത് കിടപ്പുണ്ടായിരുന്നല്ലോ. ഈ പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടായിരുന്നു. നിങ്ങളെ വിശ്വസിച്ച് കാശ് ഒരുപാട് പേര് ചിലപ്പം അയച്ചും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഈ കാശ് പോയവരുടെ സമാധാനം ആര് പറയും? നീ തിരിച്ചു കൊടുക്കുമോ ഈ പൈസ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് ഇപ്പം വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ്. അത് ആദ്യമേ പ്രതീക്ഷ നീ മനസ്സിലാക്കുക. കാര്യം നമ്മളാരും പൊട്ടന്മാരല്ല. കാര്യം രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫെയിം ഉണ്ട്. രേണു സുധിയെ പറ്റിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിരിക്കും. അത് എല്ലാ ചാനലും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോസൊക്കെ മില്യൺസ് ആണ് പോകുന്നത്. കാര്യം രേണു സുധിയെ പറ്റിയിട്ട് കേൾക്കാനായിട്ടും രേണു സുധിയുടെ കാര്യങ്ങൾ അറിയാനായിട്ടും ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ഒരു റീച്ചും കാര്യങ്ങളും മുതലെടുക്കുന്ന പരിപാടിയാണ് പ്രതീക്ഷ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ചുരുക്കം പറഞ്ഞ രേണുവിനെ വെച്ച് മുതലാക്കുന്ന വ്യക്തി പ്രതീഷ് എന്ന് പറയുന്ന ഈ ഒരു മഹാനാണ്. പ്രതീഷിൻ്റെ അടുത്ത് ഈ രേണു സുധിയുടെ കൂടെ അഭിനയിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നെഗറ്റീവ് വരത്തില്ലേ, നിങ്ങൾക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ വരത്തില്ലേ എന്ന് ചോദിച്ചപ്പം പ്രതീഷിൻ്റെ ഒരു മറുപടി ഞാൻ ഇവിടെ കേൾപ്പിക്കാം. അത്രയ്ക്കൊന്നും വരില്ല, നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. കേട്ടല്ലോ, ഒന്നും കൂടെ ഞാൻ കേൾപ്പിക്കാം. അത്രയ്ക്കൊന്നും വരില്ല, നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. നെഗറ്റീവ് വരും, നെഗറ്റീവ് വന്നാലാണ് ഒടുക്കത്തെ റീച്ച് കയറത്തോളം എന്നാണ് പ്രതീഷ് പറഞ്ഞത്. അപ്പം പ്രതീഷിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? രേണു സുധിയുടെ മറവിൽ നൈസായിട്ട് അളിയന് ഫേമസ് ആവണം, അതിന് കാട്ടിക്കൂട്ടുന്ന പരിപാടികളായത്. സോ അതുകൊണ്ട് ഇമ്മാതിരി ന്യായീകരണമായിട്ടൊന്നും വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതി നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാനായിട്ട്. ആ ഒരു വീഡിയോയുടെ അവസാനം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞറക്കെടുക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും ഈ ഒരു പ്രൈസ് അടിക്കുന്നതെന്ന്. ഇന്നലെ അതിനെ പറ്റിയിട്ട് മൂപ്പനെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വെച്ചിട്ടൊക്കെ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അളിയൻ അങ്ങ് അകത്ത് പോകും, വേറെ സംസാരമൊന്നും ഇതിനകത്തില്ല. ഇനി നമുക്ക് രേണു സുധിയുടെ സഹോദരിയുടെ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം. ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാപ്പിന്നാ ഞാൻ വിളിക്കുന്നത്, സുചേട്ടൻ അളിയൻ. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുചേട്ടൻ പോയിട്ട് ഇപ്പം അറിയാലോ, ഇപ്പം 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പിറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച്, എല്ലാവരെയും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരെ പറ്റി ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഈ രണ്ടുപേരെയും കാണുന്നത്. ഞാൻ രേണു സുധിയെ കണ്ടിട്ടുണ്ട്, പിന്നെ രേണു സുധിയുടെ മറ്റേ മക്കളായിട്ടുള്ള കിച്ചുവിനെയും ഈ പറയുന്ന മറ്റേ ഇളയ പയ്യനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു. പക്ഷേ ഇവരെ പറ്റിയിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്യുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവരിപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് സംസാരിക്കാൻ വരുന്നത്? എനിക്കും എൻ്റെ പപ്പായിക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതുൽ വ്ളോഗേഴ്സ്, പിന്നെ ഇന്നലെ സന്ധ്യ അതുൽ വ്ളോഗ്സ്, അതുലിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നൊക്കെയാണ് രേണു സുധി പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് രേണു സുധി പറ്റിയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. കാര്യം പറഞ്ഞ് ഞാൻ മടുത്ത്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയത്തിനകത്തോട്ട് വരാം. ഈ സഹോദരി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കും പിന്നെ ഇവരുടെ ഫാദറിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ആത്മഹത്യയുടെ വക്കിലൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് എൻ്റെ അറിവിൽ ഒരു യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടില്ല. അഥവാ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ രേണു സുധി എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ താരം. രേണു സുധിയെ പറ്റിയിട്ടാണ് മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നത്. കാര്യം രേണുവിനെ പറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം ഇവിടെ ഈ രമ്യ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയെ പറ്റിയിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യേണ്ടത്? ഇവർ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാർട്ടാണോ? അല്ലെങ്കിൽ ഇവർ ഇതുപോലെ എന്തെങ്കിലും ആൽബം എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ രേണുവിൻ്റെ അച്ഛനെ പറ്റിയിട്ട്, അതായത് രേണുവിൻ്റെ ഫാദറിനെ പറ്റിയിട്ട് ഈ അടുത്ത് കുറച്ച് പേര് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് എന്തായിരുന്നു സംസാരിച്ചത്? ഈ ഒരു ഫ്രോഡായിട്ടുള്ള ഒരു പള്ളിയിൽ അച്ഛനുണ്ട്, അയാളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ രേണുവിൻ്റെ ഫാദറിൻ്റെ ഒരു വിഷയം അവിടെ വന്നതും അതിനെ പറ്റിയൊക്കെ സംസാരിച്ചത്. അല്ലാതെ ഈ ഒരു ലേഡിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ ആരും ഇവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആളും ഇട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് സുധിച്ചേട്ടനെ എന്റെ പപ്പ കൊല്ലാൻ കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാ ഈ പറയുന്നത് ഇവർക്ക്. സുധിച്ചേട്ടൻ മരിച്ചോണ്ട് പപ്പ എവിടെ ആയിരുന്നു? സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ ഹോസ്പിറ്റലിലായിരുന്നു. സീരിയസ് ആയിട്ട് കിടക്കുവായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ല സുധിയുടെ ആദ്യത്തെ വൈഫാണെന്നും പറഞ്ഞിട്ടേക്കുന്നത്. പിന്നെ ഞാൻ എന്റെ സഹോദരി ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് കൊല്ലം സുധിയുടെ ആദ്യത്തെ വൈഫാണെന്നും പറഞ്ഞിട്ടേക്കുന്നത്. ഇതൊക്കെ ആരാണ് ഇട്ടത്? അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. ഇന്റർവ്യൂ അല്ല അതിന് ഏറ്റവും വലിയൊരു പരിഹാരം. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേറൊരു കാര്യം പറയുന്നിട്ട് എന്തോ സുധിയെ കൊല്ലാനായിട്ടെന്ന് കുറച്ച് പേര് അങ്ങനെ ഒരു ഡയലോഗ് എടുക്കുന്നുണ്ട്. ഈ സുധിയുടെ മരണം ദുരൂഹതയുണ്ട്, അത് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു കോൺട്രവേഴ്സിയാണ്. എനിക്ക് ആ പുള്ളിയുടെ മരണത്തിനകത്തോട്ടോ പുള്ളി എങ്ങനെ മരിച്ചെന്നോ എനിക്ക് അതിനകത്തോട്ടൊന്നും പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. രേണു കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതിനപ്പുറം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ കേസ് കൊടുക്കാം. അല്ലാതെ എൻ്റെ അറിവിൽ നിങ്ങളെ ഒരു മനുഷ്യരും വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയോടെ കാണാം. എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞ ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യെന്നൊക്കെ. അപ്പം എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ അവർ സുധിച്ചേട്ടനെ കടക്കാരാക്കിയത് ഞങ്ങളാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടന്റെ മക്കൾക്ക് മറ്റേ HDC അവർ വെച്ചു കൊടുത്ത വീട്
നമ്മുടെ സുധിച്ചേട്ടൻ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തു, അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവർ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് ഓർത്തു ഞങ്ങൾ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിന് എടുത്താ. കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ കൂടെ നിങ്ങൾ വന്ന് താമസിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി അതുലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താണ് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് അതിൽ പറയാൻ നമുക്കൊന്ന് കേൾക്കാം. എവിടെ പോയാലും എൻ്റെ പേരുണ്ട് ഇപ്പം അന്ന് വന്ന്, അതാണ് എൻ്റെ അവസ്ഥ. എന്തായാലും ചേച്ചിയെയും ചേച്ചിയുടെ അച്ഛനെയൊക്കെ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് തകർക്കുകയാണ്. അതുപോലെ കുറേ യൂട്യൂബേഴ്സ് വേറെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആരാണ് തകർക്കാൻ ശ്രമിച്ചത്? ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഒരു ചോദ്യം കാണും. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു കാര്യമില്ലാതെ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതെന്നെ കൊളാബറേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുക, കൊളാബറേറ്റ് ചെയ്തു. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആക്സെപ്റ്റേ ചെയ്തില്ല. പകരം ഞാനൊരു ലവിന്റെ ഇമോജി ഇട്ട്, നിങ്ങളും ലവിന്റെ ഇമോജി ഇട്ട്. എന്നിട്ട് നിങ്ങൾ എന്നെ ഏതോ ഒരു ബുധനാഴ്ച എന്നെ വീഡിയോ കോൾ ചെയ്ത്. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല, വീഡിയോ കോൾ എടുത്തിട്ടില്ല. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പക്ഷെ റിപ്ലൈ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. അന്നേരം അവൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ അതുലിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്. ഞാൻ എവിടെയും നിങ്ങളെ മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിൻ്റെ അർത്ഥത്തിലാണ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്തു എന്ന് പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിരുന്ന് ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്, ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിലോട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവുമോ? അതിൻ്റെയൊക്കെ താഴത്തെ കമൻസ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അതിലും വലിയ തെറിവിളിയും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു വീഡിയോയുടെ താഴെ വരുന്നത്. എന്തോന്നൊക്കെയാണ് വന്നിരുന്ന് പറയണേ? നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്ക്. റിപ്ലൈ ഇല്ല നഹീഹേ. അപ്പൊ നിങ്ങളൊന്ന് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ കൊള്ളായിരുന്നു. നിങ്ങൾ എപ്പോഴാണ് ഞാൻ ചെളികാരി അടിക്കാൻ ശ്രമിച്ചത്, എപ്പോഴാണ് ദ്രോഹിക്കാൻ ശ്രമിച്ചത്, ഏത് വീഡിയോയിലൂടെയാണ്? എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ പബ്ലിക്കലി വന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് കുടുംബത്തിൽ ഇരുന്ന് നിങ്ങളെ വിളിച്ച് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല. ആ ബിഷപ്പിന്റെ പള്ളിയിൽ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാജ ബിഷപ്പാണ് അവൻ. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരുത്തന്റെ പള്ളിയിൽ കൈക്കാരനായിട്ട് രേണുവിന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ രേണു അതിന് ഉത്തരം പറയണം. എന്താണ് പിന്നെ കുട വാങ്ങി ബാഗ് വാങ്ങി എന്നൊക്കെയുള്ള കേസ് രേണു പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ആ നാറിയെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യമല്ല ഞാൻ ചോദിച്ചത്. അതിന് രേണുവല്ലേ ഉത്തരം തരേണ്ടത്. അതിന് നേരെ ഉത്തരം തന്ന പകരം എന്നെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ? ആ ഫ്രോഡായിട്ടുള്ള ആ അച്ഛനെയൊന്നും വന്നിരുന്ന് നിങ്ങൾ പുകഴ്ത്തി സംസാരിക്കരുത്. നിങ്ങളോട് പറയുന്നത് കേട്ട് ആ അച്ഛൻ ഇതുപോലെ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ ഭാര്യയുടെ ഫോട്ടോസൊക്കെ അല്ലേ എടുത്ത് വെക്കേണ്ടത്, അല്ലാതെ ഞങ്ങളുടെ ഫോട്ടോസ് എന്തിനാണ് എടുത്ത് വെക്കുന്നതെന്ന്. ഈ പറയുന്ന സഹോദരിയുടെ ഫോട്ടോസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ രേണുവിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. വെക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗും പുസ്തകവും കുടയൊക്കെ എങ്ങനെ മേടിക്കുമെന്ന് പോലും അറിയാതെ ഞാൻ നെട്ടോട്ടം ഓടുന്ന സമയത്തായിരുന്നു ഈ അച്ഛൻ വന്ന് ഞങ്ങളെ സഹായിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് അതിനകത്ത് ഇപ്പോൾ എന്താണ് ഇത്തിരി തെറ്റിയിരിക്കുന്നത്? അയാൾ ഭൂലോക ഫ്രോഡാണ്, രേണുവിന് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുമോ? അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പുള്ളിക്ക് തിരിച്ച് സംസാരിച്ചൂടെ? ആ അച്ഛൻ ഒരു ഫ്രോഡല്ലേ? അത് എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അയാളെ താങ്ങി സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ തിരിച്ച് ചോദിച്ചുകൂടെ? ഒന്നും പറയാനില്ല. കാര്യം ലക്ഷക്കണക്കിന് രൂപയാണ് ആ ഒരു പരമനാറി നാട്ടുകാരുടെ ഇന്ന് പറ്റിച്ചിരിക്കുന്നത്. അത് ആദ്യമേ മനസ്സിലാക്കുക. രണ്ടാമത് ഈ നമുക്കെതിരെ വരുന്ന കുറച്ച് കമൻസ് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ കടിച്ചു പിടിച്ച് ചിലപ്പോൾ റിയാക്ഷനും എടുക്കും, അവരുടെ പേരും മെൻഷൻ ചെയ്യും, ചിലപ്പോൾ അവര് ഫേമസ് ആകും. അപ്പം അതിനോട് എനിക്ക് അങ്ങനെ ഇനിയും ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരെ എന്തിനാണ് നമ്മൾ ഫേമസ് ആക്കണത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ റീസെന്റ് ഒരു ചേട്ടൻ ഒരു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടനും ചേച്ചിയും വൈഫും. അത് വേണ്ടായിരുന്നു. പിന്നെ കിട്ടും, അവർക്ക് അതാണ് വേണ്ടത്. ഈ പറഞ്ഞവർക്ക് ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, അങ്ങനെ വേണ്ട. ഈ പറഞ്ഞവർക്ക് അതാണ് ആവശ്യം. ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാം, പിന്നെ അവരോ പിന്നെ ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാം. അങ്ങനെ ഇപ്പൊ സുഖിക്കാണ്, ഞങ്ങൾ പറയുന്നില്ല. ദയാച്ചുവിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വരുന്നത്. അതായത് ഈ അടുത്ത് ദയാച്ചു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വാരി കൊടുക്കുന്നതിനെ പറ്റിയിട്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ട്രോളിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടിയാണ് ഇപ്പം ഇവിടെ ഇരുന്ന് ഇവർ രണ്ടുപേരും പറയണത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം.
ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും, അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു റിയാക്ഷനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ? നിങ്ങളൊരു ഇൻ്റർവ്യൂ വിളിക്കും, നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കും, ആ ഇൻ്റർവ്യൂ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ആര് നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിറ്റേന്ന് ഒരു ഇൻ്റർവ്യൂ വിളിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ നേട്ടം ഉണ്ടാകുന്ന ആർക്കാണ്? നിങ്ങൾക്കാണ് നേട്ടം ഉണ്ടാകുന്നത് അല്ലേ? പിന്നെ ദയാച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഫേമസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ബിഗ് ബോസ് സീസൺ 2-ൽ അന്നത്തെ സമയത്ത് അവർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റീച്ചിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പുള്ളിക്കാരത്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് വേണം അവർ ഫേമസ് ആവാൻ എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വില പോത്തേ ഉള്ളൂ. ആ ഡയലോഗൊക്കെ നിങ്ങൾ ശരിക്കും പറയേണ്ടത് ആ അടുത്തിരിക്കുന്ന വ്യക്തിയോടാണ്. കാര്യം നിങ്ങളുടെ റീച്ച് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രതീക്ഷ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം, ഇതിൽ കൂടുതലൊന്നുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.